പ്രകൃതിയും മനുഷ്യനും ദൈവവും മഴയും കാടും പുഴയുമെല്ലാം ഒത്തുചേരുന്ന പ്രകൃതിദത്തമായ ആചാരാനുഷ്ഠാനത്തോടുകൂടിയുള്ള ഒരു മഴയുത്സവമാണ് വൈശാഖോത്സവം. സൃഷ്ടികാരനായ ബ്രഹ്മാവും സ്ഥിതികായകനായ ശ്രീ മഹാവിഷ്ണുവും കൈലാസ സിംഹശൈലശൃംഗവാസിയായ ശ്രീ മഹാദേവനും യാഗപര്യവസാനത്തിൽ ഒത്തുകൂടിയ ഊര് അല്ലെങ്കിൽ സ്ഥലം കൂടിയൂരാകുകയും പിന്നീട് കൊട്ടിയൂര് എന്ന് മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ശ്രീ പരമേശ്വരൻ്റെ ജടയിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധ ഗംഗാനദി പോലെ വിശുദ്ധമായ ബാവലി എന്ന പുണ്യനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിലെ കൊട്ടിയൂരെന്ന ഗ്രാമത്തിലാണ് ഈ യാഗഭൂമി. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന വനപ്രദേശമാണിവിടം. ഈ ക്ഷേത്രത്തെ ദക്ഷിണകാശി, വടക്കീശ്വരം, വടക്കുകാവ് എന്നിങ്ങനെയും പറയപ്പെടുന്നു. ബാവലിപ്പുഴയുടെ കിഴക്കേക്കരയിൽ അക്കരെ കൊട്ടിയൂരും പടിഞ്ഞാറേക്കരയിൽ ഇക്കരെ കൊട്ടിയൂരുമായി രണ്ട് ആരാധനാലയങ്ങളാണ് ഉള്ളത്. ഇക്കരെ കൊട്ടിയൂരിൽ ഒരു ക്ഷേത്ര സമുച്ചയവും പ്രതിഷ്ഠയുമുണ്ട്. വൈശാഖോത്സവ കാലമൊഴിച്ചുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും നിത്യപൂജയും നിവേദ്യവും ഇവിടെ നടക്കുന്നു. വയനാടൻ ചുരങ്ങളിലെ പാലുകാച്ചുമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബാവലിപ്പുഴയിൽ തിരുവഞ്ചിറ എന്ന നീർച്ചാൽ മധ്യത്തിൽ രണ്ട് കൽത്തറകളുണ്ട്. ദക്ഷശിരസ് അറുത്ത രുതിരം വീണുണ്ടായ ചിറയായ തിരുവഞ്ചിറക്ക് ചുവന്ന മണ്ണ് കലങ്ങിയ നിറമാണുള്ളത്. ഒരു കൽത്തറയായ മണിത്തറയിൽ ഒരു ചെറിയ കുഴിയിലെ സ്വയംഭൂവായ ശിവലിംഗവും മറ്റൊരു തറയിൽ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലമായി ആരാധിക്കപ്പെടുന്ന അമ്മാറക്കൽത്തറയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. അമ്മാറക്കൽത്തറയ്ക്ക് സമീപം ഗണപതി, ദക്ഷിണമൂർത്തി എന്നീ സങ്കല്പങ്ങളുടെ സ്ഥാനവുമുണ്ട്. പ്രശ്നവശാൽ ഇവിടെ ക്ഷേത്രം പണിയുന്നതിന് ശ്രീകോവിലിൻ്റെ ഇറവെള്ളം 4 സമുദ്രങ്ങളിൽ വീഴണമെന്ന് കണ്ട് ആ ശ്രമം ഉപേക്ഷിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രമില്ലാ ക്ഷേത്രമായ ഇവിടെ ഉത്സവ സമയത്ത് മാത്രമാണ് ആരാധനയുള്ളത്. കാട്ടിലെ മുളയും ഞെട്ടിപ്പനയോലയും കൗൾ നാരും ഉപയോഗിച്ച് മണിത്തറയിൽ താൽക്കാലികമായി മേൽക്കുര കെട്ടിയുണ്ടാക്കുന്ന ക്ഷേത്രമില്ലാ ക്ഷേത്രം വാതിലുകളില്ലാത്തതിനാൽ നിവേദ്യ സമയത്ത് പ്രതീകാത്മകമായി കിഴക്കുഭാഗത്ത് വസ്ത്രം നീട്ടി കെട്ടിയാണ് പൂജ തുടരുന്നത്. ക്ഷേത്രത്തിന് 63 ജന്മസ്ഥാനികരും ഒരു വ്യക്തി സ്ഥാനികരും ചേർന്ന് 64 സ്ഥാനികരുണ്ട്. യാഗോത്സവ നിശ്ചയങ്ങളും ആചാരങ്ങളും പാലിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവും മഴയും കാടും പുഴയുമെല്ലാം ഒത്തുചേരുന്ന പ്രകൃതിദത്തമായ ആചാരാനുഷ്ഠാനത്തോടുകൂടിയുള്ള ഒരു മഴയുത്സവമാണ് വൈശാഖോത്സവം. വിശാഖം മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും മകം മുതൽ പിന്നീടുള്ള ദിവസങ്ങൾ ഭൂതഗണങ്ങളുടെ ഉത്സവവുമാണെന്നാണ് സങ്കല്പം.